അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ സ്കൂളെല്ലാം വിട്ടതിന് ശേഷം കുട്ടികളെല്ലാം പോയി, എല്ലാവരും പോയി. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഇനിയിപ്പോൾ നാളെ ഇടല്ലേ ഇന്നിപ്പോൾ ഇവിടുന്ന് സെറ്റാക്കി പോവും. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും കൂടി കാണിക്കുമായി അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ കൂട്ടുകാരിങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കൂട്ടുകാരെ, ഇന്നലത്തെ ഇപ്പോൾ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്നലെ ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല പ്രതീക്ഷയിലൊക്കെ ചെന്നതായിട്ട്. അപ്പോൾ ഒന്ന് വെറൈറ്റി സംഭവം ഉണ്ടാക്കി അടയൊട്ടി. നിങ്ങൾ കണ്ട വീഡിയോയിൽ ഉണ്ട് കേട്ടോ, ഒന്ന് എല്ലാവരും പോയിട്ട് കാണണേ. അട എന്ത് വെച്ചിട്ടറിയോ? ചിക്കൻ വെച്ചിട്ട് നല്ല മസാല കേട്ടോ, നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല. ഇപ്പുണ്ട് നല്ല ചൂടാണിപ്പോൾ. ചൂട് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ഇരിക്കണ ഈ ഭാഗത്ത് ഭയങ്കര ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അടുക്കളൻ്റെ അവിടേക്ക് മറ്റേ ക്ലാസ് റൂമിക്കൊന്നും വല്ലാതെ ചൂടില്ല, ഈ ഭാഗത്താണ് ഭയങ്കര ചൂട്. അപ്പോൾ എന്തായാലും ചിക്കൻ വെച്ചിട്ടുള്ള നല്ല ഇലയിൽ പരത്തിയിട്ട് അട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഞ്ഞിയും ഉണ്ടാക്കിയത് ഉമ്മ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ കട്ട്ലേറ്റ് മിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ചാൽ അതും പൊരിച്ചു. പിന്നെ പഴം പുഴുങ്ങുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് പറഞ്ഞാൽ അട മുന്തിരി ഉണ്ടായിരുന്നു, ജ്യൂസ് മുന്തിരി ഉണ്ടായിരുന്നു, പച്ചമുന്തിരി ഇല്ലേ അതുണ്ടായിരുന്നു. ജ്യൂസ് മുന്തിരി കൊണ്ട് ജ്യൂസ് അടിച്ചും ചെയ്തു. പിന്നെ പച്ചമുന്തിരി ഞാൻ കഴുകി വെച്ചു. അതേപോലെ വത്തക്ക തന്നെ ഇന്നലെ കഷ്ണാക്കിക്കാണ്ട് വെക്കുകയും ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു സർപ്രൈസായിട്ട് കൊണ്ടുപോയതെന്ന് വെച്ചാൽ എനിക്കൂട്ട് ആപ്പിൾ ഇഷ്ടമാണ് നെബുവിന്. അപ്പം തന്നെ ഞാൻ അതൊന്ന് എടുക്കട്ടെ എന്ന് കരുതിട്ടോ. എനിക്കിഷ്ടമായിരുന്നു. ഇതുകൊണ്ടല്ല മെയിൻ ഉദ്ദേശം, ഫാത്തിമ തീരെ തിന്നിട്ടില്ല. മിഞ്ഞാന്നുണ്ട് തക്കാളി കടിച്ച് തിന്നുന്നോള്. അപ്പോൾ ഞാൻ കരുതിയിരുന്ന ആപ്പിളെല്ലാം ചെത്തി കൊടുത്താൽ അവളങ്ങ് കഴിച്ചൽ തുടങ്ങിയാലോ. അപ്പോൾ തോലെല്ലാം കളഞ്ഞ് കൊടുത്താൽ കാരണം അങ്ങനെ തിന്നോളും, നമുക്ക് പണിയെടുക്കാം. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടോ ഒന്നിലെ ആപ്പിളും കൂടി വാങ്ങിയാൽ കണ്ടപ്പോൾ ആപ്പിളിനൊക്കെ വലിയ വില 240 ഉറുപ്പ്യാണേ ഒരാപ്പിളിൻ്റെ നില, 1 കിലോ ആപ്പിളിന്. ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കഷ്ണാക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ. നോമ്പല്ലേ, എല്ലാം ഒന്ന് ഉണ്ടാവണം, എല്ലാം ഓരോന്ന് തിന്നണം, അതല്ലേ മെയിൻ. അതും ഉണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം, അങ്ങനെ അതെല്ലാം സെറ്റാക്കി. അപ്പോൾ ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഒരു വട്ടം വെച്ച് എല്ലാം സെറ്റാക്കി നല്ല മഞ്ചാക്കി വെച്ച്. അതിന് ശേഷം എൻ്റെ മകന് പക്ഷേ ഇങ്ങനെ ഒന്നല്ല ഡെക്കറേഷൻ എന്ന് പറയക്കാർ കേട്ടോ. നിങ്ങൾ കേട്ടോണ്ട് ഡിറ്റേഷൻ അങ്ങനെയല്ല ചെയ്യാമെന്ന് കണ്ട് എന്താ ചെയ്യുന്നറിയോ, ഫ്രൂട്ട്സ് എല്ലാം ഓനെടുത്ത് മാറ്റി ഒരു വട്ടം എല്ലാ പാത്രത്തിൽ സെറ്റാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം ഓൻ ചെയ്ത പണിയാണ്. പിന്നെ ഓനക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇത് കാണലുണ്ട്, ഷോർട്സ് വീഡിയോകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഓരോ വിക്രസം പണികളുണ്ടാവും വീഡിയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക്. അപ്പോൾ ഓനെന്താ കൊടുക്കുന്നത്, ഈർക്കിലെടുത്ത് കൊടുന്ന് കഴുകിയിട്ട് അയിമങ്ങനെ കോലുമ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട് വീഡിയോയിൽ കേട്ടോ ഓൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് റിലേറ്റീവ്സിനൊക്കെ ഞങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പിൻ്റെ വെച്ചാൽ ഇന്ന് 4ാമത്തെ നോമ്പായി. ഇന്നലെയൊക്കെ ഉണ്ടായില്ല കേട്ടോ നോമ്പ് തുറക്കാൻ. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഞാൻ വിളിച്ചിന്, സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാനൊന്ന് വിളിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ ഒന്ന് ദയനീയമായിട്ട് ചോദിച്ചു. പോരുന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോകാമല്ലോ, പെരിന്തൽമണ്ണെത്തിയാൽ ഓട്ടോറിക്ഷ. അപ്പോൾ ചോദിച്ചു, അതിൽ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചുമ്പോൾ എന്താ അറിയാമോ, ഇപ്പോൾ എനിക്കറിയാം ഞാൻ പോരാ ഓരോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ഫോൺ എടുക്കൂല കേട്ടോ. പിന്നെ ഞാൻ ഏകദേശം ഒരു അങ്ങാടിപ്പുറം എത്താൻ നേരത്തേക്ക് ഒന്നുകൂടി വിളിക്കും, നിങ്ങൾ വരുന്നുണ്ടോ? ഞാനില്ലാതെ പോയിക്കോന്ന് പറഞ്ഞിട്ടോ എന്നോട്. പിന്നെ ഞാൻ അങ്ങാടിപ്പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര തിരക്കേന് ഇന്നലെ. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് ഒന്നും കൂടി വിളിച്ചിരിക്കുക, നിങ്ങൾ പോരുന്നുണ്ടോ? വിളിക്കാന്ന്. ഇല്ല ഞാൻ പോരുന്നില്ല എന്നല്ലേ പറഞ്ഞാൽ, ഈ പോയിക്കോ പറഞ്ഞിട്ടോ എന്നോട്. ആയിക്കോട്ടെ എന്നാൽ ശരി ഞാൻ പോവാറുണ്ട്. അങ്ങനെ ഞാൻ പോയി. കാരണം നമ്മൾ വല്ലാതെ വിളിക്കാനും പറ്റില്ല, ഓൽക്ക് ആവുന്നുണ്ടെങ്കിൽ ഓല് അവിടെ നിൽക്കും, അല്ല കയ്യിലാന്നുണ്ടെങ്കിൽ ഓല് പോരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ് ഇറങ്ങണമെങ്കിൽ ഞാൻ പോന്നപ്പോഴാണ് ഇത് ഈ സാധനങ്ങളെല്ലാം ഫ്രൂട്ട്സും കുറച്ച് പച്ചമുളകെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, അതും ക്യാരറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. മീനിപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പോൾ അവിടെ കാണുന്നില്ല വാങ്ങാൻ. അപ്പോൾ എന്തായാലും അതെല്ലാം വാങ്ങിയിട്ട് ചെന്നേ പഴമെല്ലാം. എന്നിട്ട് പഴമെല്ലാം പോയിങ്ങി ഇങ്ങനെ. ഇന്നലെ 10 ദിവസത്തിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ആപ്പിൾ കൊണ്ടുപോയിരുന്നു, ഓളടക്കി ഇരുത്തിയടെ ആപ്പിളെല്ലാം കൊടുത്തുകൊണ്ട് സെറ്റാക്കി. ഇന്നലെ മടയെല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് ആ പണിയെല്ലാം നേരത്തെ കഴിച്ചിരുന്നു. പിന്നെ ജ്യൂസും നമ്മളെ കട്ട്ലേറ്റൊക്കെ പൊരിച്ചാനൊക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ നേരത്തെ പണികളൊക്കെ ഒരുങ്ങി. പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ചായ ഉണ്ടാക്കലില്ല കേട്ടോ. മഗ്‌രിബിക്ക് ഞങ്ങൾ ജ്യൂസും പൊരിച്ചതും ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കടന്നു. പിന്നെ ഒരു 9 മണിയാവും എല്ലാവരും ഒന്ന് തട്ടിക്കൂടി. അപ്പത്തിന് ഇക്കയും വരും 9:30 ആകുമ്പോഴത്തേന്. അങ്ങനെ ഇക്കയും വന്നിട്ട് ഒന്നിച്ചാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇന്നലെ അട ഉണ്ടായപ്പോൾ കഞ്ഞി വെച്ചത് ആർക്കും വേണ്ട. അടയും ചായയും പാൽ ചായയും അടയും പിന്നെ ദോശ ഞാൻ അവിടെ നിന്ന് അപ്പോൾ മാറ്റിയിരുന്നു, വേണ്ടാന്ന് കരുതിയിട്ട് ഒഴിവാക്കി. രാവിലെ കുട്ടിക്ക് ചുട്ടുണ്ടായിരുന്നു, അതങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ അതുണ്ടെങ്കിൽ അതും കൂടി കഴിക്കാനില്ലാത്തോളമായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ആണെന്നും പറഞ്ഞു. അപ്പം നല്ല ദോശയില്ലേ എന്നെല്ലാം പറഞ്ഞു പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടി അറിയാം, ആരും കഴിക്കലുണ്ടോ, അവർക്ക് നോമ്പുമല്ലേ, എനിക്കും വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ കളഞ്ഞതാട്ടോ. ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ എന്തായാലും ഈ അട ഇതൊക്കെ ഉണ്ടായിട്ട് ആരും കഞ്ഞി കുടിച്ചില്ല എന്നാണ് പറയുന്നത്, ആർക്കും വേണ്ട. അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒന്നും സെറ്റാക്കിയിട്ടില്ല. വീട്ടിൽ ഉമ്മ ഇന്ന് മജ്മൂസ് വെക്കാമെന്നൊക്കെ പറയും. പക്ഷെ മജ്മൂസ് വെക്കണമെന്നുണ്ടെങ്കിലും ചിക്കൻ അവിടെ ഓൾറെഡി ഇല്ല, ബീഫ് ഇല്ല. ചിക്കൻ ഞാൻ പോകുമ്പോൾ എന്നോട് വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തീരുമാനിച്ചിട്ട് വേണം. ചിക്കൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ബാലൻസ് ആയിട്ട് ഇപ്പോൾ 100 രൂപയേ ഉള്ളൂ. മറ്റേ ഞാൻ ടീച്ചർക്ക് 200 രൂപ കൊടുക്കാണ്ടായിരുന്നു, അത് കൊടുക്കാമെന്നും കരുതിക്കാണ്ട്. അപ്പം നിൽക്കാനെ വിളിച്ചോക്കണം നിങ്ങൾ പോരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇനിയിപ്പോൾ ഇതെല്ലാം വാങ്ങലെല്ലാം നടക്കുള്ളൂ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നീ അപ്പം കാണാം കേട്ടോ. ഒന്ന് എന്തുണ്ടാക്കണമെന്നില്ല, ഒരു പ്രിപ്പയർ ഞാൻ ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ ഒന്നുമില്ല. കാരണം ഇനി ഉമ്മ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ ഇന്നലത്തെ പോലെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ. പിന്നെ ഇന്നലെ നല്ല സന്തോഷത്തിലേനു എല്ലാവരും, നല്ലോണം ഹാപ്പി ആയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു. കാരണം നല്ല കുറേ മേശയിൽ നിറഞ്ഞിരിക്കും, നല്ല രസമാണ് കാണാൻ. മിച്ചുവിന് തന്നെ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യം അത് ഓനെ ഏൽപ്പിച്ചാൽ ഓനക്ക് നല്ല ഇഷ്ടമാണ്. അതിങ്ങനെ മാറ്റി മറിച്ച് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും, നല്ല വൃത്തിയിൽ വെക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഫ്രൂട്ട്സ് മേള ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകട്ടോ, ഡെക്കറേഷൻ ചെയ്യാൻ എന്നെ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് എന്തെല്ലാം ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബായ്. അങ്ങനെ കൂട്ടുകാരെ, ഇന്ന് ഇതാ സ്കൂൾ വിട്ടിട്ട് ഞാൻ പോകുമ്പോൾ ഇക്കാനെ വിളിച്ചിന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇക്കാനെ വിളിച്ചപ്പോൾ കിട്ടിയിട്ടോ, വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം ചിക്കൻ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞു. ഫ്രൂട്ട്സും ഇതൊന്നും എൻ്റെ അടുത്ത് ബാലൻസ് ഇല്ല. അങ്ങനെ ഓല് വന്ന് ഞങ്ങൾ ആ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി പോരുകയാണ് കേട്ടോ. ഇനി തിരൂർക്കാട് എത്തിയിട്ട് വേണം നമുക്ക് ചിക്കൻ വാങ്ങാൻ. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ, നമുക്ക് ചിക്കൻ കറിയോ അതോ മജ്മൂസോ എന്താ തീരുമാനിച്ചാൽ അങ്ങനെ ചിക്കൻ വാങ്ങാൻ വന്നതാട്ടത്. എൻ്റെ കൂട്ടുകാരൻ്റെ കട കേട്ടോ. അവിടെ വന്ന് ചിക്കൻ വാങ്ങിക്കാണ്ട് സാധാരണ ഞാൻ എനിക്ക് വിളിച്ചറിയലുണ്ട്. എൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് വിളിച്ചറിയാം, അപ്പോൾ റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ പിന്നെ സ്കൂളിട്ട് വരവും അത് വാങ്ങൽ എളുപ്പമാവുമല്ലോ. അങ്ങനെ ചിക്കനെല്ലാം വാങ്ങിയത്. അപ്പോൾ ഇനി പാത്തൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതെൻ്റെ ആപ്പാക്ക് വീടുണ്ടാക്കുന്ന കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേലായിട്ട് അവിടെ തറയിട്ടക്ക് മാഷാഅല്ലാ തറപ്പണി ഏകദേശം കഴിഞ്ഞു. വോയിസ് എടുക്കുമ്പോൾ പാത്തൂസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് സൗണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പാത്തൂനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പാത്തൂസിനെ ഇനി കാണട്ടെ. ചെല്ലുമ്പോൾ അല്ലേ സന്തോഷം കണ്ടുകൊണ്ടുള്ളത്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് എൻ്റെ ഉപ്പയും ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന വീട്. എൻ്റെ ഉപ്പ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളെല്ലാവരും അതിൽ തന്നെ ഉപ്പയും ഞങ്ങൾ തറവാട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പ മരിച്ച് ഇന്നേക്ക് 1 വർഷം തികഞ്ഞു. മാർച്ച് 16 ഇന്നേക്ക് 1 വർഷം തികഞ്ഞു, ഇംഗ്ലീഷ് മാസം. ഞങ്ങൾ ആണ്ടെല്ലാം കഴിച്ചു കേട്ടോ. ഞാനിതാ പാത്ത് ഇതാ നോക്കാണേ, എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അവൾക്ക്. എന്താണെന്ന് അവൾക്ക് ഇനിയിപ്പോൾ അവൾക്ക് എന്തായാലും 4 മണി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കൂല, ഇങ്ങനെ കരഞ്ഞ് ചിനിങ്ങി കൊടുക്കും. 4 മണി കഴിഞ്ഞാൽ ഓൾക്ക് ഇങ്ങോട്ട് വരണം ഓട്ടോറിക്ഷയിൽ എൻ്റെ കൂടെ. ആ ഒരു സന്തോഷം അവൾക്ക് വേറെ തന്നെ. ഇനിയിപ്പോൾ ഉപ്പാൻ്റെ വണ്ടിയല്ല വേറെ വണ്ടിയാണെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് പോരണം. ഇനിയിപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി വണ്ടി കാണുമ്പോൾ കണ്ടുകൊണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവൾക്ക് അറിയാം ഏകദേശം ഒരു വണ്ടീൻ്റെ ഇത് ഉപ്പാൻ്റെ വണ്ടിയാണ്. അത് നോക്കണമൊക്കെ വണ്ടിക്ക് മേലേക്കെല്ലാം ഇങ്ങനെ നോക്കും, വണ്ടീൻ്റെ ഉള്ളിൽ കയറിയാൽ. ഇപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ, ചിരിക്കുന്നുണ്ട് അവൾ. അങ്ങനെ ഞങ്ങൾ ഇനിയും കുറച്ച് സാധനം കൂടിയൊക്കെ വാങ്ങാണ്ട്. വണ്ടി കയറിയിട്ടും ഇവിടെ എത്തിയിട്ട് വേണം, അഫ്സലിൻ്റെ പീടിയിലെത്തിയിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ കേട്ടോ. കുറച്ചും കൂടി അല്ലറ ചില്ലറ സാധനങ്ങൾ എത്ര വാങ്ങിയാലും നമുക്ക് തികയില്ലല്ലോ. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് വേണമെന്നല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ.
അങ്ങനെ പാത്തസിതാ അവൾക്ക് ഉറക്കമുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്നാലും അവൾക്ക് നല്ല ഹാപ്പിയായി എന്നെ കണ്ടപ്പോൾ. പിന്നെ ഉപ്പച്ചിൻ്റെ വണ്ടിയും കൂടി ആയപ്പോൾ സന്തോഷമായി. ഇതാ ഞങ്ങളിവിടെ നിർത്തിയിട്ടോ അഫ്സലിൻ്റെ പീടിയൻ്റെ അവിടെ. അതിന് ഇനി കുറച്ച് സാധനങ്ങളും മൈദ വാങ്ങണം, അതേപോലെ പഴം വാങ്ങണം. പാത്ത് നോക്കി നിൽക്കുന്ന കേട്ടോ, ഉപ്പച്ചി പീടിയേക്ക് പോയിട്ട് നോക്കി നിൽക്കുന്ന, പുറത്തേക്കും തലയിട്ടിട്ട്. ഈ ഭാഗത്ത് പിടിച്ചാലെന്താ പറയുക, എത്തിപ്പാളി നോക്കി റോഡൊക്കെ എത്തിപ്പാളി നോക്കും കുട്ടി. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് കരുവൊക്കെ അങ്ങ് നീങ്ങിയിരുന്നു. എന്നാൽ പിന്നെ വണ്ടികൾ പോകില്ലല്ലോ ആ ഭാഗത്ത് കൂടി. ഒക്കെ അവിടെ ഉണ്ടാകും കുറേ ആൾക്കാർ. പോലെ ഒന്നിച്ച് ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ആ പോലെയൊക്കെ കണ്ട് ഇങ്ങനെ എത്തിപ്പാളി നോക്കുന്ന പോലെയാണ്. ഞങ്ങളിടയ്ക്ക് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇവിടെ നിർത്തിയിട്ട് സാധനം വാങ്ങണ്ട. അങ്ങനെ അവൾക്ക് പരിചയമായി കിട്ടും അവിടെ നിർത്തിയിട്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പീടിക കണ്ടിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കണമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കുന്ന ഒന്നിപ്പോൾ കാണിക്കാൻ കൂടുന്നില്ല, ഓളെ കരച്ചിലും കുറുമ്പും. അപ്പോൾ പിന്നെ ചെല്ലുമ്പോൾ തന്നെ 5:15 6:30 ആകുമ്പോഴത്തേനും എല്ലാം ഉണ്ട്. അപ്പോൾ ധൃതിയിലാക്കുന്നതാണ്. അതാണ് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും കരുതല്ലേ. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഇതിൽ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കത് മാത്രം പ്രത്യേകിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങളിതാ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഷീറ്റ് ഇടുന്ന കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ദാർപ്പായുണ്ട്, അതങ്ങ് വലിച്ചിടുന്നതാണ്. അങ്ങനെ ഇനി ഇപ്പച്ചും ഞാൻ പറഞ്ഞു നിങ്ങളോളം എടുത്തോ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തോളാം പറഞ്ഞാൽ. അങ്ങനെ ഒരു രണ്ടാൾ പോകട്ടെ, നല്ല ഹാപ്പിയായി എടുത്ത് പോയപ്പോൾ. ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം വന്ന് റെഡി ആയതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കേട്ടോ. ഇക്ക ജ്യൂസ് അടിച്ച് ഒഴിക്കുന്ന കേട്ടോ വത്തക്ക. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഉള്ളി കൊണ്ട് പൊക്കവട ചുടാറിന് കണ്ട്. കാരണം വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമല്ല. അപ്പോൾ അത് ചുടാറിന് കണ്ട് അതിനില്ല ഉള്ളി ഇതും മിക്സാക്കി വെച്ചതിന് അത് കേട്ടോ. ഇപ്പോൾ ചിക്കൻ നമുക്ക് കുറച്ചെടുത്ത് കണ്ട് മജ്മൂസ് വെക്കാറുണ്ട് ഉമ്മ കേട്ടോ. അങ്ങനെ ഉമ്മ മജ്മൂസ് വെക്കാൻ നിന്നു, ഞാൻ പൊരിക്കാൻ നിന്നു. ജ്യൂസ് അടിച്ചാൽ 3 ആൾ 3 വിധം ചെയ്യണോണ്ട് എളുപ്പം ആയതാണ് കേട്ടോ. അപ്പോൾ പാത്തൂസിനെ എത്തിക്കണം, കണ്ടോളി കേട്ടോ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേന് ഒരാൾ കിടന്നുറങ്ങിയിരിക്കുന്നു കേട്ടോ, നിച്ചു. അപ്പോൾ ഓനിപ്പോൾ ഇനി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഓന് എണീക്കുന്നുണ്ട്. അപ്പോൾ ഓനും തന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വാശന് ചില സമയത്ത് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ കസേരയിൽ. അപ്പോൾ എനിക്ക് ആപ്പിൾ തരാറിന് കണ്ട് അങ്ങനെ തിന്നാൻ കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചിക്കൻ പൊക്കവട, ചിക്കനില്ലാത്ത ഉള്ളി പൊക്കവട പൊരിച്ചിട്ടിരിക്കും. ചിക്കനൊന്നും ഞാൻ കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ പൊരിച്ചാനൊക്കെ നിൽക്കേണ്ടതിന്. അപ്പോൾ നേരെ ഉണ്ടായില്ല. ഇനി നമുക്കൊരു ദിവസം അങ്ങനെ ചൂടാം. അങ്ങനെ ആപ്പിൾ ഞാൻ എനിക്ക് ചെത്തി കൊടുത്തതാണ് കേട്ടത്. പൊക്കവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസിനെക്കാട്ടിലിത് ടേസ്റ്റ് വരിക നമ്മൾ കട്ടൻ ചായയും പൊക്കവട അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ നമ്മൾ ചിക്കനെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മജ്മൂസിനെല്ലാം നോക്കുന്ന കേട്ടോ. അവിടെ കുക്കറിൽ ഇട്ടിക്ക് അരിയും ഇതൊക്കെ സാധനങ്ങളൊക്കെ അതിലിട്ടിക്ക് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞൊന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാരങ്ങ വെള്ളം കലക്കി കിട്ടോ. നാരങ്ങ എന്താ കാട്ടിക്കറി ചെത്താതെ നുറുക്കിക്കാണ്ട് അങ്ങ് ജ്യൂസ് അടിച്ചിട്ട് കേട്ടോ. നമ്മൾ ലൈമൊക്കെ അടിച്ചണ പോലെ അതടിച്ചണമെങ്കിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ 2-3 മിനിറ്റ് മുന്നേ അടിച്ചണമെങ്കിൽ ഒരു കയ്പും വരിക. ഇത് മക്കളെ കഴിച്ച് വെള്ളം, കാരണം ഒരു 10 മിനിറ്റ് മുന്നേ അടിച്ച്. അപ്പോൾ നേരെ കപ്പ് വന്നു. അപ്പോൾ എന്താ ചെയ്തേറെ കുറച്ച് ഇഞ്ചിയും കൂടി അതിൽ കലക്കി വെച്ചാൽ പറഞ്ഞു. അങ്ങനെ ഇഞ്ചിയും കലക്കി വെച്ചതുകൊണ്ട് വലിയ ഇതുണ്ട് അറിഞ്ഞില്ല. എന്തായാലും നാരങ്ങ വെള്ളം പിന്നെ നമ്മൾ വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മളെ മജ്മൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പൊട്ടിച്ചണ മുന്നേ എടുക്കാൻ കൂടിയില്ല, ഒരുവിധ ആൾക്കാർ തിന്ന് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പോഴായിട്ട് ഓർമ്മ മജ്മൂസ് കാണിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ എടുത്തു ചിക്കൻ കറിയും വെച്ചിട്ടായിട്ട് എന്നിട്ട് കടന്നേ. അത്രേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.